ഇടുക്കി പനംകുട്ടി വാൽവ് ഹൗസ് ജംഗ്ഷനിൽ കെഎസ്ഇബിയുടെ പോസ്റ്റ് ഇറക്കിയ ശേഷം കോതമംഗലത്തേക്ക് തിരിച്ചു പോവുകയായിരുന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് 4 ദിവസം പിന്നിട്ടിട്ടും ലോറി നീക്കം ചെയ്യുന്നതിനോ വീട്ടുകാർക്കുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനോ നടപടിയില്ല. ഈ കനത്ത മഴയും ചെരുവിൽ വിശ്വംഭരന്റെ കുടുംബം അന്തിയുറങ്ങുന്നത് ലോറി മറിഞ്ഞു വീണ ആ തകർന്ന വീട്ടിൽ തന്നെയാണ്. ഇടുക്കി പനംകുട്ടി വാൽ ഹൗസ് ജംഗ്ഷനിൽ ചെരുവിൽ വിശ്വംഭരന്റെ വീടിന് മുകളിലേക്കാണ് കെഎസ്ഇബിയുടെ പോസ്റ്റ് ഇറക്കിയ ശേഷം കോതമംഗലത്തേക്ക് തിരിച്ചു പോവുകയായിരുന്ന ലോറി മറിഞ്ഞത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു ലോറി മറിഞ്ഞത്. സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിന്റെ സൈഡ് ഇടിഞ്ഞ് ലോറി മറിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലോറി നീക്കം ചെയ്യുന്നതിനോ വീട്ടുകാർക്കുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനോ നടപടിയില്ല. ലോറി മറിഞ്ഞ വീട് പൂർണ്ണമായും തകർന്ന് വാസയോഗ്യമല്ലാത്ത സ്ഥിതിയാണ്. ലോറി മറിഞ്ഞ അന്നേ ദിവസം വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. നിലവിൽ വിശ്വാംബരനും ഭാര്യയും സമീപ വീടുകളിലും ബന്ധുവീടുകളിലുമാണ് താൽക്കാലികമായി താമസിക്കുന്നത്. എന്നാൽ ബന്ധുവീടുകൾ വിദൂരയിടങ്ങളിലായതിനാൽ എന്നും പോകുമെന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലും കുടുംബം അന്തിയുറങ്ങിയതും ലോറി മറിഞ്ഞു വീണ ഈ തകർന്ന വീടിലാണ്. അപകടമുണ്ടായ ദിവസം കുറച്ചുപേർ സന്ദർശിച്ചു മടങ്ങിയതല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും കുടുംബം പറയുന്നു. താൽക്കാലികമായി വാടക വീട്ടിൽ താമസിക്കുവാനും വാടക നൽകാമെന്ന് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നുമാണ് പരാതി. എന്നാൽ ഇതുവരെ ലോറി നീക്കം ചെയ്യുന്നതിനോ ഉണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനോ നടപടിയില്ലാത്തതിനാൽ കുടുംബം ദുരിതമനുഭവിക്കുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.